കൊട്ടേഷൻ സംഘാംഗം ചരൽ ഫൈസൽ ചെർപ്പളശ്ശേരിയിൽ അറസ്റ്റിലായി. കൊട്ടേഷൻ നേതാവ് അനസ് പെരുമ്പാവൂരിന്റെ അനുയായിയാണ്. 5 ലക്ഷം രൂപയും വാഹനവും തട്ടിയെടുത്ത കേസിലാണ് അറസ്റ്റ്. ചരൽ ഫൈസൽ സ്വർണം പൊട്ടിക്കൽ സംഘത്തിലെ പ്രധാനിയാണെന്ന് പോലീസ് പറഞ്ഞു. ഫൈസൽ നിരവധി കവർച്ചാ കേസുകളിലും പിടികിട്ട പുള്ളിയാണ്. ഫൈസലിനെതിരെ കാപ്പ ചുമത്തിയേക്കും. എസ് വിനേഷ് കുമാറാണ് വിവരങ്ങളുമായി ചേരുന്നത്. ദിനേശ്, എവിടെ വെച്ചാണ് പിടികൂടിയത്? എത്തരത്തിലാണ് ഇയാൾ അകത്താകുന്നത്? എൽദോ, നിരവധി കേസുകളിൽ പ്രതിയായ കൊട്ടേഷ സംഘ തലവനാണ് ചരൽ ഫൈസൽ. ചരൽ ഫൈസലിനെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി പോലീസ് തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കവർച്ചാ കേസുകളിലാണ് പ്രധാനമായും. നമുക്കറിയാം, രാമനാട്ടുകരയിലെ സ്വർണം പൊട്ടിക്കൽ സംഘത്തിലെ പ്രധാനി കൂടിയാണ് ഇയാൾ. കോഴിക്കോട് മലപ്പുറം കൊണ്ടോട്ടി ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു ഇയാളുടെ പ്രവർത്തനം. ചെർപ്പളശ്ശേരി പോലീസ് ഇയാളെ മലപ്പുറത്ത് വെച്ചാണ് പിടികൂടിയിരിക്കുന്നത്. വാഹനം വിൽക്കാനുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയ കോയമ്പത്തൂർ സ്വദേശിയിൽ നിന്ന് 5 ലക്ഷം രൂപയും വാഹനവും തട്ടിയെടുത്ത കേസിലാണ് നെല്ലായ പട്ടിശ്ശേരി ചരലിൽ ഫൈസലിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. മലപ്പുറത്ത് വെച്ച് ചെർപ്പളശ്ശേരി CIയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇയാളെ പിടികൂടിയത്. ഫൈസലിന്റെ സുഹൃത്തായ നെല്ലായ പൊട്ടച്ചിറ സ്വദേശി മുഹമ്മദ് സലീമിന്റെ താർ ജീപ്പ് 10 ലക്ഷം രൂപയ്ക്ക് നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് സലീം എന്ന ആളിൽ നിന്ന് പണവും വാഹനവും തട്ടിയെടുത്തു എന്നുള്ളതാണ് ഇയാൾക്കെതിരെയുള്ള കേസ്. ആയുധം കാണിച്ച് ഭീഷണിപ്പെടുത്തിയാണ് ഇയാൾ 5 ലക്ഷം രൂപയും വാഹനവും ചരൽ ഫൈസലും സംഘവും തട്ടിയെടുത്ത് എന്നാണ് പരാതി. എന്തായാലും ഈ എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ പല സ്ഥലങ്ങളിലായി ഈ ചരൽ ഫൈസൽ ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്നു. മാത്രമല്ല, കൊട്ടേഷൻ എറണാകുളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കൊട്ടേഷൻ സംഘ തലവനായ അനസ് പെരുമ്പാവൂർ ഇപ്പോൾ ദുബായിലാണ്. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ കൊട്ടേഷൻ സംഘങ്ങളെ കുറിച്ച് തുടർച്ചയായി പരമ്പര ചെയ്യുന്നുണ്ട്. അതിലെ അനസ് പെരുമ്പാവൂരിന്റെ അടുത്ത അനുയായി എന്നുള്ള രീതിയിലാണ് ചരൽ ഫൈസലിനെ അറിയപ്പെടുന്നത്. എന്തായാലും ചരൽ ഫൈസൽ ഇപ്പോൾ പിടിയിലായിട്ടുണ്ട്. ചെർപ്പളശ്ശേരി പോലീസ് ഇയാളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാവുന്ന വിവരം. 2021 രാമനാട്ടുകരയിൽ 5 പേരുടെ മരണത്തിനിടയാക്കിയ സ്വർണ്ണക്കടത്തുകാരെ ആക്രമിച്ച കേസിലും പ്രതിയാണ് ഫൈസൽ. അതുകൊണ്ട് തന്നെ 16 ലക്ഷം, അത് മഞ്ചേരിയിൽ കുഴൽപ്പണ വിതരണക്കാരനെ ആക്രമിച്ച് 16 ലക്ഷം തട്ടിയെടുത്ത കേസിലും ഇയാൾ പ്രതിയാണ്. ഇയാൾക്കെതിരെ കാപ്പ ചുമത്തുന്നത് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് പോകും എന്നാണ് നമുക്ക് പോലീസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. ശരി, ദിനേശാണ് വിവരങ്ങൾ പങ്കുവച്ച്. ചരൽ ഫൈസൽ പിടികിട്ടാ പുള്ളിയാണ്, കാപ്പ ചുമത്തിയേക്കും എന്നുള്ളതും ദിനേശ് റിപ്പോർട്ട് ചെയ്യുന്നു പാലക്കാട്.